Hello everyone, welcome to Guideline Education. യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന പേപ്പറിലെ 3rd യൂണിറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആൻഡ് ന്യൂട്രീഷൻ. ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ 2 സെഷനുകളിലായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷനിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ പകർച്ചവ്യാധി രോഗങ്ങളും അതുപോലെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം അല്ലേ. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഹെൽത്ത് ഇല്ലാതെ നമുക്ക് എത്രത്തോളം ഹെൽത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ. അതായത് ഹെൽത്ത് ഇല്ലാതെ നമ്മൾ എക്കണോമിക്കലി സ്റ്റേബിളായിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഹെൽത്താണ് ഹ്യൂമൻ ലൈഫിൽ ഏറ്റവും നമുക്ക് ആവശ്യമുള്ള കാര്യം അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ഡെഫിനേഷൻ നോക്കാം കേട്ടോ. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഹെൽത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ എസ് എഴുതുമ്പോഴും ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. അതായത് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ച് എഴുതാതെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഹെൽത്തിനെ കുറിച്ചിട്ടൊന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഡിസീസസ് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എസ് എ കൊണ്ടുപോകാം. പേജ് അത്യാവശ്യം കവർ ചെയ്യാനൊക്കെ ആ ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ, ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലോട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണിൽ നിന്നും അനിമലിൽ നിന്നും ഒരു പേഴ്സണിലോട്ട് സ്പ്രെഡ് ആവുന്ന ടൈപ്പ് ഡിസീസസിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയാം അല്ലേ. അത് മെയിൻലി കോസ് ചെയ്യുന്നത് ഇൻഫെക്ഷ്യസ് ഏജൻസ് ആണ്, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് ആണ് അല്ലേ, സ്രവങ്ങൾ എന്നൊക്കെ പറയും. ഓക്കെ, ഇൻഫെക്ഷ്യസ് ഏജൻസും അല്ലെങ്കിൽ അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്രവങ്ങളുമാണ് എന്തിന് കാരണമാകുന്നത്, കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് കാരണമാകുന്നത്. അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതായത് പകരുന്ന രീതികൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേസിലൂടെ അത് സ്പ്രെഡ് ആവാം അല്ലേ. എയറിലൂടെ സ്പ്രെഡ് ആവാം, വാട്ടറിലൂടെ സ്പ്രെഡ് ആവാം, വെക്റ്റർ ലൈക്ക് മോസ്കിറ്റോ, ഫ്ലൈ, ഇൻസെക്റ്റിലൂടെയൊക്കെ അതിൻ്റെയൊക്കെ ബൈറ്റിലൂടെ എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാം അല്ലേ. അതുപോലെ ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെയും എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഡിസീസസ് സ്പ്രെഡ് ആവാം. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ കോവിഡ്, മലേറിയ, ട്യൂബർകുലോസിസ്, കോളറ, ഡയേറിയ, എയ്ഡ്സ്, ഡിഫ്തീരിയ, ചിക്കൻ ബോക്സ്, അതുപോലെ കോമൺ കോൾഡൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എക്സാമ്പിളായിട്ട് പറയും. ഇനി ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് നോക്കുകയാണെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്മിഷനെ ബേസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസ് 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എയർബോൺ ഡിസീസസ് ഉണ്ട്, വായുവിലൂടെ പകരുന്ന രോഗങ്ങളിൽ, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എയർ ബ്രീത്ത് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു ടൈപ്പിൽ ഈ ഒരു മോഡൽ എന്ത് ചെയ്യുന്നത്, ഡിസീസസ് സ്പ്രെഡ് ആവുന്നത് അല്ലേ. ട്യൂബർകുലോസിസ്, മീസിൽസ്, സ്മോൾ പോക്സ്, വൂപ്പിംഗ് കഫൊക്കെ അതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടറിലൂടെയൊക്കെ സ്പ്രെഡ് ആകുന്നത്. അതായത് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കോണ്ടാക്റ്റ് വിത്ത് എ കണ്ടാമിനേറ്റഡ് സർഫസ് ഓർ ഒബ്ജക്റ്റിലൂടെയൊക്കെ സ്പ്രെഡ് ആകുന്നതാണ് നെക്സ്റ്റ് കാറ്റഗറി വരുന്നത്. അതെങ്ങനെയൊക്കെ വരാം, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു സർഫസ് നമ്മൾ കോണ്ടാക്റ്റ് ടച്ച് ചെയ്യുന്നതിലൂടെ വരാം അല്ലേ. നമുക്കറിയാം നമ്മുടെ കോവിഡൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അല്ലേ. അതായത് ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ വന്നിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു രോഗം സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണല്ലേ. അല്ലെങ്കിൽ ഫുഡ്, ബ്ലഡ് ത്രൂ ഒക്കെ എന്ത് ചെയ്യാം, സ്പ്രെഡ് ആവാം. HIV, ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ അതിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ വാട്ടറിലൂടെ സ്പ്രെഡ് ആവാം അല്ലേ. ടൈഫോയിഡ്, കോളറ, ഡയേറിയ പോലെയുള്ള രോഗങ്ങളൊക്കെ വാട്ടറിലൂടെ സ്പ്രെഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാം, കണ്ടാമിനേറ്റഡ് സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിലൂടെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ആകാം. 3rd ടൈപ്പ് വരുന്നത് ഫിസിക്കൽ കോണ്ടാക്റ്റ് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുമായിട്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റ് വരുന്നതിലൂടെയും എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ആവാം. സെക്ഷൽ ഇൻ്റർകോഴ്സ്, അതുപോലെ തന്നെ ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഓറൽ ട്രാൻസ്മിഷൻ വഴിയൊക്കെ പകരുന്നതൊക്കെ ഈ ഒരു കാറ്റഗറിയുടെ അണ്ടറിലാണ് വരുന്നത്. ഇനി 4th കാറ്റഗറി നോക്കുകയാണെങ്കിൽ വെക്റ്റർ ബോൺ ഡിസീസസ് അല്ലേ. അതായത് ഇൻസെക്റ്റ് അല്ലെങ്കിൽ ആനിമൽസൊക്കെ ബൈറ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങളാണ് വെക്റ്റർ ബോൺ ഡിസീസസ്. മലേറിയ, യെല്ലോ ഫീവറൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി കോമൺ ആയിട്ടുള്ള കുറച്ച് കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ നമുക്ക് പരിചയപ്പെടാം. ഇത് മെയിൻലി നമ്മൾ ചെയ്യുന്നത് കോസ്, സിംറ്റം, റിസ്ക് ഫാക്ടർ, മാനേജ്മെൻറ്റ്, അങ്ങനെ അത്രയും കാറ്റഗറിയുടെ അണ്ടറിലായിട്ടാണ് ഓരോ ഡിസീസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് ആ ഒരു ഡിസീസിൻ്റെ കോസ്, എന്തൊക്കെ സിംറ്റംസ് ആണ്, അത് വിസിബിൾ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് ഉണ്ടാവുക,
ആർക്കൊക്കെയാണ് അത് റിസ്ക് ഫാക്ടറായിട്ട് വരിക, എങ്ങനെയാണ് അതിന് മാനേജ് ചെയ്യാൻ പറ്റുക, ഈ ഓരോ കാറ്റഗറിയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോഴും ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ചെയ്യാം. കോവിഡ് എന്ന് എഴുതിയിട്ട് കോസസ് എന്ന് പറഞ്ഞിട്ട് ഏത് ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയ, വൈറസ് ആണെങ്കിൽ വൈറസ്, എന്താണ് അത് കോസ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. അതിൻ്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എഴുതാം, റിസ്ക് ഫാക്ടേഴ്സ് എഴുതാം, മാനേജ്മെൻറ്റ് എഴുതാം. അപ്പോൾ നിങ്ങളിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതുമ്പോൾ പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഒന്നുകൂടെ എളുപ്പമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ അത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, കോവിഡ് ആരാണ്? കൊറോണ വൈറസ് ഡിസീസാണ് അല്ലേ. അതാരാ കോസ് ചെയ്യുന്നത്? കൊറോണ വൈറസ് ആണ്. സ്പ്രെഡ് ത്രൂ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് ആണ്. അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 2 to 14 days ആണ്. നമുക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലേ. നമ്മൾ 14 days ക്വാറന്റൈനിൽ നിന്നത് ഓർക്കുന്നുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അത് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് ചൈനയിലുള്ള വുഹാൻ സിറ്റിയിലാണ് കേട്ടോ. അപ്പോൾ മാനേജ്മെൻറ്റ് എങ്ങനെയായിരുന്നു? നമ്മൾ കോവിഡ് വൈറസ് ഫർദർ സ്പ്രെഡ് ആവുന്നതിൽ നിന്നും നമ്മൾ തടഞ്ഞതൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ ഐസൊലേഷൻ ചെയ്യും അല്ലേ. ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. വാക്സിനേഷൻ, മാസ്ക് വിയറിങ്, ഹാൻഡ് ഹൈജീൻ, ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ റിച്ച് ഫുഡ് ആൻഡ് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ഈ മെത്തേഡുകളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? കോവിഡിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ജനറൽ സിംറ്റംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീവർ ഉണ്ടായിരിക്കും, അതുപോലെ കഫ്, ഫാറ്റിക് ഒക്കെ ഉണ്ടായിരിക്കും, പിന്നെ തൊണ്ടവരള, തലവേദനിക്കുക, മസിൽ പെയിന്, അതുപോലെ കണ്ണിലൊക്കെ ഒരു റെഡിഷ് കളർ വരിക, ഡയേറിയ, സ്കിൻ ഇച്ചിങ്, അല്ലെങ്കിൽ റണ്ണിങ് നോസ്, അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ എന്താണ് ഈ ഒരു കോവിഡിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം അല്ലേ. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കാണപ്പെടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിംറ്റംസ് ഉണ്ട്, നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സിംറ്റം. ഏതാണത്? ലോസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെല്ല് അല്ലേ. നമുക്ക് പെട്രോളിൻ്റെ വരെ സ്മെല്ലൊന്നും അറിയാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഒരു സ്മെല്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല, ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കോവിഡിൻ്റെ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു സിംറ്റം വെച്ചിട്ടാണ് നമ്മൾ മെയിൻലി എന്ത് ചെയ്തത്, ഉണ്ടോ ഇല്ല എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത് അല്ലേ. അതായത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനൊന്നും പോവാതെ വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് സ്മെല്ലൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിംറ്റമാണത്. ഇനി കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് നോക്കുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവുക, അതുപോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ്, എന്താ ഞാൻ ചെയ്യുന്നത്, ഒന്നും ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ചിട്ടൊന്നും നമ്മൾ ബോധേഡല്ലാതെ ഒരു ഔട്ട് ഓഫ് മൈൻഡ് ആവുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു കണ്ടീഷനിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും അതുപോലെ സ്പീക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹാർട്ട് അറ്റാക്കിലോട്ടും ന്യൂമോണിയയിലോട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കോവിഡ് എത്താറുണ്ട്. ഓക്കെ, കോവിഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് അതുപോലെ ന്യൂമോണിയൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. അതുപോലെ ബ്ലഡിൽ ഓക്സിജൻ്റെ ലെവല് ഡിക്രീസ് ചെയ്യുക, അപ്പോൾ എന്ത് ചെയ്യും, ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയിലോട്ടൊക്കെ പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിവിയർ സിംറ്റംസും കോവിഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി റിസ്ക് ഫാക്ടേഴ്സ് നോക്കുമ്പം ആർക്കൊക്കെയാണ് അത് റിസ്ക് ഫാക്ടേഴ്സായിട്ട് മാറുക? ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആയിട്ടുള്ള ആളുകളിലായിരിക്കും റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലല്ലേ. ആരൊക്കെയാണ്? ഓൾഡ് പീപ്പിൾസ് ഉണ്ടായിരിക്കും, അതുപോലെ ഹെൽത്ത് കണ്ടീഷൻസ് അണ്ടർലൈങ് ആയിട്ടുള്ള ആളുകളല്ലേ. ആരൊക്കെ? അവർ ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ലങ് ഡിസീസൊക്കെ ഉള്ള ആളുകൾ, ഇപ്പോൾ അടുത്ത് സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകൾ, അവരൊക്കെ എന്താണ്, ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് വീക്കായിട്ടുള്ള ആളുകളാണ് അല്ലേ. പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് റിസ്ക് ഫാക്ടേഴ്സ് കോവിഡ് ത്രൂ കൂടുതലായിട്ട് വരുന്നത്. ഇനി മലേറിയ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മലേറിയ എന്ന് പറഞ്ഞ ഡിസീസാണ് കേട്ടോ. മലേറിയ ഈസ് എ ലൈഫ് ത്രെട്ടണിങ് ഡിസീസ് ടിപ്പിക്കലി ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. ഓക്കെ, ഇതിൻ്റെ കോസ് വരുന്നത് പ്ലാസ്മോഡിയം പാരസൈറ്റ് ആണ്. മലേറിയ പാരസൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫെക്റ്റഡ് മദറിൽ നിന്നും കുട്ടിയിലോട്ട് പകരാം. അതായത് മലേറിയ ബ്ലഡിലൂടെ പകരുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഇൻഫെക്റ്റഡ് മദറിൻ്റെ പ്ലാസിൻ്റെ ത്രൂ എന്ത് ചെയ്യാം, ബേബിക്ക് വരാം. ഓക്കെ, ബർത്ത് ചെയ്യുമ്പം ബ്ലഡ് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യുമല്ലോ. അപ്പം ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം, ബേബിക്ക് അത് സ്പ്രെഡ് ആവാം. അങ്ങനെ വരുന്ന മലേറിയയാണ് കൺജനീറ്റൽ മലേറിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്മിഷൻ, ബ്ലഡിലൂടെ പകരുന്ന രോഗമായതുകൊണ്ട് തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരാൾ യൂസ് ചെയ്ത നീഡിൽസ് യൂസ് ചെയ്യുന്നതിലൂടെയൊക്കെ മലേറിയ എന്ത് ചെയ്യാം, നമുക്ക് സ്പ്രെഡ് ആവാം. സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ചില്ല്, ഫീവർ, അനീമിയ, ഡയേറിയ, മസിൽ പെയിന്, ഹെഡ് ഏക്ക്, കൺവൾഷൻ എന്ന് പറഞ്ഞാൽ ഞെരുക്കെന്നൊക്കെ പറയില്ലേ, ബ്ലഡി സ്റ്റൂള്, അതായത് സ്റ്റൂളിലൊക്കെ ബ്ലഡിൻ്റെ എമൗണ്ട് കാണുക, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെയാണ് വരുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് വരുന്നത് എന്തൊക്കെയാണ്?
നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ, അതുപോലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റൊക്കെ ഈ മോസ്കിറ്റോക്ക് ഒന്നുകൂടെ വളരാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേസുകളിലൊക്കെ എന്താണ് മലേറിയയുടെ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണ്. അതുപോലെ മോസ്കിറ്റോൻ്റെ ബ്രീഡിംഗ് പ്ലേസിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകൾ, അതുപോലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വീക്കായിട്ടുള്ള സ്മോൾ ചിൽഡ്രൻസ്, ന്യൂ ബോൺ ബേബീസ്, അതുപോലെ വെരി ഓൾഡ് ആയിട്ടുള്ള ആളുകൾ, പ്രഗ്നൻറ്റ് വുമൻസിനൊക്കെ, അതായത് ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവുള്ള ആളുകൾ, ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ ക്യൂനിൻ ഇഞ്ചെക്ഷൻ, അതുപോലെ ടാബ്ലറ്റ് ഫ്രം ദ ഡോക്ടേഴ്സിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മലേറിയ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് നമുക്ക് എടുക്കാൻ പറ്റുക? മെയിൻലി ഈ ഒരു മോസ്കിറ്റോക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. എലിമിനേറ്റിംഗ് ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ആൻഡ് യൂസിങ് മോസ്കിറ്റോ നെറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും മെത്തേഡിലൂടെ നമുക്ക് ഒരു പരിധി വരെ മലേറിയയെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. തേർഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടൈഫോയിഡാണ്. ടൈഫോയിഡ് എന്ന് പറഞ്ഞ ഡിസീസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിലൂടെയും വാട്ടറിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ആവുന്നത്. കോസ്ഡ് ബൈ ബാക്ടീരിയം സാൽമോണല്ല ടൈഫി. ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ പറഞ്ഞു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയും ഫുഡിലൂടെയൊക്കെയാണ് വരുന്നത്. അത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സാൽമണല്ല ടൈഫിയുടെ പ്രസൻസ് ബ്ലഡിലും സ്റ്റൂളിലും യൂറിനിലും ബോൺ മാരയിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ഡിറ്റക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി സിംറ്റംസ് നോക്കുകയാണെങ്കിൽ നല്ല പനി ഉണ്ടായിരിക്കും, അതുപോലെ നെക്കിൻ്റെയും അബ്ഡമൻ റീജിയനിലൊക്കെ റാഷസ് കാണും. ഓക്കെ, നോർമലി 6 to 30 days ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു 6 to 30 days ആണ് എന്ത് ചെയ്യുന്നത്, ഈ സിംറ്റംസൊക്കെ ബിഗിൻ ചെയ്യാം. ഓക്കെ, അതർ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും, ഹെഡേക്ക് ഉണ്ടായിരിക്കും, ഫുഡ് എന്ത് ചെയ്യാറില്ല, പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാത്ത ഒരു കണ്ടീഷൻ വരും, അബ്ഡമിനൽ പെയിൻ വരും, കോൺസ്റ്റിപ്പേഷനൊക്കെ വരും. ഓക്കെ, പിന്നെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഫ്ലോക്സാക്സിൻ പോലെയുള്ള, അല്ലെങ്കിൽ ചെറിയെന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ചെക്ക് ചെയ്യണേ. ആൻറ്റിബയോട്ടിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം. അതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യുക അല്ലേ, അതായത് മലേറിയയുടെ മെയിൻ പ്രശ്നം നമുക്ക് എന്ത് വരും, മലേറിയ ടൈഫോയിഡിൻ്റെ മെയിൻ പ്രശ്നം നോക്കുകയാണെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിലൂടെയും വാട്ടറിലൂടെയൊക്കെയാണ് സ്പ്രെഡ് ആവുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡ്രിങ്ക് ചെയ്യുന്ന വാട്ടറൊക്കെ അഡിക്വേറ്റ് ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പ് വരുത്തുക. പ്യൂരിഫൈഡ് വാട്ടർ, ബോയിൽഡ് വാട്ടറൊക്കെ യൂസ് ചെയ്യുക. ഹൈഡ്രേറ്റ് ചെയ്യുക നമ്മളെപ്പോഴും നമ്മളെ ബോഡീനെ. ഓക്കെ, കാരണം എപ്പോഴും നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി സിവിയർ കേസിൽ വരികയാണെങ്കിൽ നമുക്ക് സർജറിയൊക്കെ എന്ത് ചെയ്യാം, ആവശ്യമായിട്ട് വരാറുണ്ട്. ഇനി പ്രിവെൻറ്റീവ് മെഷർ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യൻറ്റിനെ ഐസൊലേറ്റ് ചെയ്യാം. ഹോമിലാണ് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ വേസ്റ്റുകൾ, അതായത് സ്റ്റൂളും യൂറിനൊക്കെ എന്ത് ചെയ്യുക, സേഫ്ലി എന്ത് ചെയ്യുക, നമുക്ക് ഡിസ്പോസ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക. അതുപോലെ വാട്ടറൊക്കെ ഡ്രിങ്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രോപ്പറായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. ലൈറ്റായിട്ടുള്ള ഫുഡ് കൊടുക്കുക, കാരണം അവർക്ക് കോൺസ്റ്റിപ്പേഷനും അതുപോലെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ലൈറ്റായിട്ടുള്ള ഫുഡ് കൊടുക്കുക. പനി കൂടുതൽ, അതായത് മെയിൻലി ഇതിൻ്റെ സിംറ്റംസിനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പനി കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അത് റെഡ്യൂസ് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതെങ്ങനെയാണ്, കോൾഡ് പാക്ക് കൊടുക്കുക, തലയിൽ നമ്മൾ വെക്കാറില്ലേ നോർമലി, പനിയൊക്കെ കൂടുതലാകുമ്പോൾ ടെമ്പറേച്ചർ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ വാക്സിൻസ്, ഓറൽ ടാബ്ലറ്റ്, ആൻറ്റി ടൈഫോയിഡ് ഇഞ്ചെക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്യൂബർകുലോസിസിനെ കുറിച്ചിട്ടാണ്. ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എയർബോൺ ഇൻഫെക്ഷ്യസ് ഡിസീസാണ്, അതായത് മെയിൻലി വായുവിലൂടെ പകരുന്ന രോഗമാണ്. ഓക്കെ, ആദ്യം അതെന്ത് ചെയ്യും, നമ്മുടെ ലങ്സിനെയാണ് മെയിൻലി അഫക്റ്റ് ചെയ്യുക. പിന്നീട് നമ്മുടെ ബാക്കിയുള്ള ബോഡി പാർട്സിലോട്ടും അതെന്ത് ചെയ്യും, സ്പ്രെഡ് ആവും. ഓക്കെ, ഇനി അതിൻ്റെ കോസസ് നോക്കുകയാണെങ്കിൽ മയോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ട്യൂബർകുലോസിസ് കോസ് ചെയ്യുന്നത്. സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു എയറിലൂടെയാണ് അല്ലേ.
കഫ്, സ്നീസ്, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ചുമക്കുമ്പം അവരുടെ ഡ്രോപ്ലെറ്റ്, ഓറൽ ഡ്രോപ്ലെറ്റുകളിലൂടെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു സറൗണ്ടിങ്ങിൽ അപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ, ആ ഒരു എൻവയോൺമെൻറ്റിൽ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ട്യൂബർകുലോസിസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, 2 ടൈപ്പ് ട്യൂബർകുലോസിസ് ഉണ്ട്, ലാറ്റൻ ടി ബിയും അതുപോലെ ആക്റ്റീവ് ടി ബിയും. ലാറ്റൻ ടി ബി എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ടി ബി ആണ്. അത് മോസ്റ്റ് ഓഫ് ദ പീപ്പിളിലും കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അത് ആക്റ്റീവ് ആയിരിക്കില്ല, ഇനാക്റ്റീവ് സ്റ്റേജിലായിരിക്കും ഉണ്ടായിരിക്കുക. ആക്റ്റീവ് ടി ബി നോക്കുമ്പം സിംറ്റോമാറ്റിക് ആണ്, അതായത് സിംറ്റംസ് കാണിക്കുന്ന ടി ബി ആണ് ആക്റ്റീവ് ടി ബി. കണ്ടാജിയസ് ആണ്, അതെന്തെങ്കിലും പകരുകയും ചെയ്യും. ഓക്കെ, സിംറ്റംസ് നോക്കുമ്പോൾ നമുക്ക് നല്ല പനി ഉണ്ടായിരിക്കും, ഈവനിങ് ഹവേഴ്സിൽ അതുപോലെ നൈറ്റിലൊക്കെ ഭയങ്കര പനി ഉണ്ടായിരിക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ. നമ്മൾ മെയിൻലി ടി ബി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ കഫിലൂടെയാണ് അല്ലേ. 3 or more വീക്സ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ചുമക്കുന്നുണ്ടായിരിക്കും. ചുമച്ച് എന്ത് ചെയ്യും, ബ്ലഡൊക്കെ വരാൻ തുടങ്ങും, മ്യൂക്കസ് അല്ലെങ്കിൽ ബ്ലഡൊക്കെ വരാൻ തുടങ്ങും. ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരിക്കും, വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കും, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അതുപോലെ ഫാറ്റിക്കൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ HIV പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് ടി ബി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഡയബറ്റീസ്, അണ്ടർ ന്യൂട്രീഷൻ, ആൽക്കഹോൾ യൂസ് ഡിസോർഡേഴ്സൊക്കെ ഉള്ള ആളുകൾ, ടൊബാക്കോ സ്മോക്കിംഗ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ, അതുപോലെ തന്നെ ടൈപ്പ് ക്യാൻസേഴ്സ് ഉള്ള ആളുകൾക്കൊക്കെ റിസ്ക് ഫാക്ടറാണ്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ടി ബി കൂടെ വന്നാൽ ഉഷാറായി, പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനമാവും. അപ്പം ആ ഒരു ലെവലിൽ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള, അതായത് വേറെ ഡിസീസുകളിൽ ഉണ്ടായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ലോ ആയിട്ടുള്ള ആളുകളിലൊക്കെ റിസ്ക് ഫാക്ടേഴ്സാണ്. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് വരുന്നത് നമുക്ക് BCG ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതുപോലെ ലാറ്റൻ ടി ബി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 kind of ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തിട്ട് തന്നെ ലാറ്റൻ ടി ബി ആണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആക്റ്റീവ് ടി ബി ആണെങ്കിൽ നമുക്കൊരു 6 months 4 ആൻറ്റിമൈക്രോബിയൽ ഡ്രഗ്സ് വരുന്ന ഒരു 6 month കോഴ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്റ്റീവ് ടി ബിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മെഡിക്കൽ സൂപ്പർവിഷൻ ആവശ്യമാണെങ്കിൽ നമുക്കതും എടുക്കാം. ഇനി പ്രിവെൻഷൻ മെത്തേഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുക, അതായത് മെയിൻലി എയറിലൂടെ പകരുന്ന രോഗമാണ്, അതുകൊണ്ട് തന്നെ രോഗി എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യുക. അതുപോലെ മാസ്ക് വെയർ ചെയ്യുക, റൂമിൻ്റെ വെൻറ്റിലേഷനൊക്കെ പ്രോപ്പറായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താം. അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, കാരണം വെൻറ്റിലേഷൻ പ്രോപ്പറായിട്ടില്ലാത്ത റൂമാണെങ്കിൽ, പ്രോപ്പറായിട്ട് എയറും ലൈറ്റൊന്നും വരാത്ത റൂമാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ബാക്ടീരിയത്തിൻ്റെ എമൗണ്ട് കൂടാനുള്ള ചാൻസ് കൂടുതലാണല്ലേ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വെൻറ്റിലേഷൻ റൂമിലുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അതുപോലെ മെയിൻലി ക്ലീനാക്കി കൊണ്ടെടുക്കുക, ഹൈജീനായി പ്രോപ്പറായിട്ടുള്ള പേഴ്സണൽ ഹൈജീനൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണല്ലേ. അതായത് എവിടെയെങ്കിലുമൊക്കെ ടി ബിയുള്ള ആളുകൾ എന്ത് ചെയ്യാണ്ടിരിക്കുക, തുപ്പാണ്ടിരിക്കുക. അപ്പം അതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യുക അല്ലേ. അപ്പം അങ്ങനെയുള്ള മെഷേഴ്സ്, ക്ലീൻലിനെസ് അതുപോലെ ഹൈജീൻ മെഷേഴ്സൊക്കെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോളറയെ കുറിച്ചിട്ടാണ്. കോളറ വാട്ടർ ആൻഡ് ഫുഡ് ബോൺ ഡിസീസ് ആണല്ലേ. അത് എപ്പിഡമിക്കും ആണ്, എൻഡമിക്കും ആണ് അല്ലേ. നമ്മൾ നോക്കുകയാണെങ്കിൽ കോളറ മെയിൻലി കോസ് ചെയ്യുന്നത് വാട്ടർ ഡയേറിയ ഒക്കെയാണ് അല്ലേ. അതെന്ത് ചെയ്യുക, ഡീഹൈഡ്രേഷനിലോട്ടൊക്കെ കൊണ്ടുപോകാം. ഓക്കെ, മെയിൻലി അത് കോസ് ചെയ്യുന്നത് വിബ്രിയോ കോളറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിബ്രിയോ കോളറയാണ് കോസ് ചെയ്യുന്നത്. മെയിൻലി സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയും ഫുഡിലൂടെയൊക്കെയാണ്. പ്യുവർ സാനിറ്റേഷനൊക്കെ അതിൻ്റെ ഒരു റീസണായിട്ട് വരാം. ഓക്കെ, അതുപോലെ തന്നെ കോമൺ സോഴ്സസ് നോക്കുകയാണെങ്കിൽ മെയിൻലി വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെ, മുനിസിപ്പൽ വാട്ടർ സപ്ലൈ, അതുപോലെ ഐസ് മെയ്ഡ് ഫ്രം മുനിസിപ്പൽ വാട്ടർ, അതുപോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ നിന്നും ഒക്കെ ഉണ്ടാക്കുന്ന, അതല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നും ഒക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് കോളറ സ്പ്രെഡ് ആവുക. ഓക്കെ, സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ഡയറിയ ആൻഡ് വാട്ടറി സ്റ്റൂൾ ആൻഡ് വോമിറ്റിംഗ്.
റാപ്പിഡ് ഹാർട്ട് ബീറ്റ് ആൻഡ് ലോസ് ഓഫ് സ്കിൻ ഇലാസ്റ്റിസിറ്റി. ഡ്രൈ മൗത്ത്, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡയറിയ ഉണ്ടാകുമ്പോൾ തന്നെ എന്താവും, നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവില്ലേ. അപ്പം ഡ്രൈ ആയിട്ട് നമുക്ക് എപ്പോഴും മൗത്തൊക്കെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. ലോ ബ്ലഡ് പ്രഷറൊക്കെ ഫീൽ ചെയ്യും. നമുക്ക് എപ്പോഴും ദാഹിക്കുന്ന പോലെയൊക്കെ തോന്നും. ഓക്കെ, റിസ്ക് ഫാക്ടേഴ്സ് എന്താ, നമ്മൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതെ ഡയറിയ അല്ലേ എന്നുള്ള രീതിക്ക്, കോളറ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാണ്ടിരുന്നാൽ എന്ത് ചെയ്യുക, ഡീഹൈഡ്രേഷൻ വന്നിട്ട് മരിക്കാൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അപ്പം അത് മെയിൻലി നമുക്കതിൻ്റെ മാനേജ്മെൻറ്റ് മെത്തേഡ് വരുന്നത് വാക്സിൻ ഉണ്ട്, അതുപോലെ തന്നെ CDC, അതുപോലെ WHO ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫിക് വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം വാക്സിൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോളറ എന്ത് ചെയ്യാം, ഒരു പരിധി വരെ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്ന ഡിസീസാണ് ഡയറിയ അല്ലേ. ഡയറിയ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വയറിളക്കല. യൂഷ്വലി നമ്മൾ പോകുന്നതിൽ കൂടുതലായിട്ട് കൂടുതൽ ടൈംസ് നമ്മൾ പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറിയ എന്ന് പറയാം അല്ലേ. അപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ വയറ്റിൽ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം, നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയി കഴിയൂലേ, ഭയങ്കരമായിട്ട് ക്ഷീണം വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, മെയിൻലി കോസ് ചെയ്യുന്നത് വൈറസ്, ബാക്ടീരിയ, പാരസൈറ്റൊക്കെയാണ് മെയിൻലി ഡയറിയ കോസ് ചെയ്യാൻ കാരണം. അതർ കോസസ് നോക്കുകയാണെങ്കിൽ മെഡിക്കേഷൻ, ചില മരുന്നുകൾ കഴിച്ചാൽ നമുക്ക് എന്തുണ്ടാവും, ഡയറിയ ഉണ്ടാവും അല്ലേ. ഫുഡ് ഇൻടോളറൻസ് അല്ലേ, ചില ഫുഡുകൾ കഴിച്ചാലും ഇങ്ങനെ ഡയറിയ ഉണ്ടാവും. ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് അല്ലേ, അതായത് ഫുഡ് ദഹിക്കാത്ത പ്രശ്നം കൊണ്ട് നമുക്ക് ഡയറിയ ഉണ്ടാവാം. ലാക്ടോസ് ഇൻടോളറൻസ്, ഫ്രക്ടോസ് ഇൻടോളറൻസ് ഒക്കെ ത്രൂ എന്ത് ചെയ്യാം, ഡയറിയ ഉള്ളൊരു റീസണായിട്ട് വരാം. ഓക്കെ, അതായത് ഈ ഒരു ബാക്ടീരിയ, വൈറസ്, പാരസൈറ്റിൻ്റെയൊക്കെ അത് ത്രൂ അല്ലാതെയും ഡയറിയ നമുക്ക് വരാം ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ സിംറ്റംസ് ആണ്. സിംറ്റംസ് മെയിൻലി എന്താ വരുന്നത്, ഫ്രീക്വൻ്റ് ആയിട്ട് ലൂസ് ആൻഡ് വാട്ടറി ബൗൾ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സസ് ആയിട്ടുള്ള വാട്ടർ നമ്മളെ ബോഡിയിൽ നിന്ന് ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ദാഹം ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മുടെ സ്കിന്നും മൗത്തൊക്കെ ഡ്രൈ ആയിട്ടുള്ളൊരു കണ്ടീഷനിലായിട്ടും ഇരിക്കുക. ഇങ്ങനെ ബാക്കിയുള്ള മെത്തേഡുകളിലൂടെ നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് യൂറിനേഷൻ കുറവായിരിക്കും. അതുപോലെ എന്താ, തലവേദനിക്കുന്ന പോലെ, തളരുന്ന പോലെയൊക്കെ തോന്നൂല്ലേ. റിസ്ക് ഫാക്ടേഴ്സ് വരുന്നത് നമ്മളെന്താ, അൺസേഫ് ആയിട്ടുള്ള വാട്ടർ ഡ്രിങ്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ, അതുപോലെ പുവറായിട്ടുള്ള പേഴ്സണൽ ഹൈജീനൊക്കെ കീപ്പ് ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് ഈ ഡയറിയ വരാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, അതുപോലെ ലോ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉള്ളവർക്കും ഡയറിയ വരാം. ഇനി എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുക, മെയിൻലി പേഴ്സണൽ ഹൈജീന്, അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഫുഡ് ഹൈജീന് ഫോളോ ചെയ്യുക. പിന്നെ ORS സൊല്യൂഷനിലെ നമുക്കറിയാം എന്താ, കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡയറിയൊക്കെ കോമൺ ആയിട്ടുള്ള ഡിസീസാണ് അല്ലേ. അപ്പോൾ ORS സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, മെഡിക്കൽ ഹെൽപ്പും സീക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് HIV, അതായത് എയ്ഡ്സ് ഡിസീസിനെ കുറിച്ചിട്ടാണ് അല്ലേ. എയ്ഡ്സ് മെയിൻലി കോസ് ചെയ്യുന്നത് ആരാണ്, HIV ആണ് അല്ലേ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എന്ത് ചെയ്യുന്നത്, കോസ് ചെയ്യുന്നത്. അത് നമ്മുടെ T4 ലിംഫോസൈറ്റിനെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഇമ്മ്യൂൺ സെൽസ് ആയിട്ടുള്ള T4 ലിംഫോസൈറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മെയിൻലി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ELISA ടെസ്റ്റ് നമുക്ക് എടുക്കാം. ആൻറ്റിബോഡി ടെസ്റ്റാണ്. അതുപോലെ വെസ്റ്റേൺ ബ്ലോഡ് ടെസ്റ്റ് എടുക്കാം. റീടെസ്റ്റിംഗ് മേ ബി നീഡഡ്. ചില കണ്ടീഷനിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് റീടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഇങ്ങനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സിലൂടെ, അതുപോലെ മദർ ടു ചൈൽഡ് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെയൊക്കെ എന്ത് ചെയ്യാം, അത് ട്രാൻസ്മിറ്റ് ചെയ്യാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ഒരാൾ യൂസ് ചെയ്ത നീഡിൽസ് യൂസ് ചെയ്യുന്നതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാം. നോർമലി കാഷ്വലായിട്ടുള്ള കോണ്ടാക്റ്റിലൂടെ ഒന്നും എന്ത് ചെയ്യില്ല, എയ്ഡ്സ് പകരില്ല അല്ലേ. ഇങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സിലൂടെയൊക്കെയാണ് മെയിൻലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു എയ്ഡ്സ് എന്ന് പറഞ്ഞ ഡിസീസ് സ്പ്രെഡ് ആവുക. സിംറ്റംസ് വരുന്നത് എന്താ, ഇത് മെയിൻലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും വരിക. ഭയങ്കരമായിട്ട് പനിക്കുക, തളർച്ച അനുഭവപ്പെടുക, അതുപോലെ എന്താ ചെറിയ ചെറിയ റാഷസും, അതുപോലെ മൗത്ത് സോഴ്സും, വെയിറ്റ് ലോസൊക്കെ കാണിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ സിംറ്റംസാണ് ഉണ്ടാവുക. കുറേ കാലം അത് സിംറ്റംസ് ഇല്ലാണ്ട് നമ്മുടെ ബോഡിയിൽ
നിൽക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇവരുടെ മെയിൻലി ഇവരുടെ പ്രശ്നം വരിക എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം കുറവായിരിക്കും. അപ്പോൾ എയ്ഡ്സ് ഉള്ള ആളുകൾ ഇമ്മ്യൂൺ സിസ്റ്റം കുറവായതുകൊണ്ട് തന്നെ വേറെയുള്ള ഡിസീസസ് വന്നിട്ടാണ്, ഇപ്പോൾ ട്യൂബർകുലോസിസ് പോലെയുള്ള വേറെയുള്ള ഡിസീസ് വന്നിട്ട് അങ്ങനെയുള്ള ഡിസീസുകൾ ഇവർക്ക് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നോർമൽ പേഴ്സണിനേക്കാളും. അപ്പോൾ അങ്ങനെയുള്ള ഡിസീസ് വന്നിട്ടാണ് യൂഷ്വലി അവർ മരിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ എന്തൊക്കെയാണ്? ഇതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള ക്യൂർ ഇല്ല അല്ലേ. പക്ഷേ ART പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സേഫ് സെക്സ് ചെയ്യുക, അതുപോലെ HIV കൗൺസിലിംഗ് ഒക്കെ ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, അത് ഫർദർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഷെയർഡ് നീഡിൽസൊക്കെ അവോയ്ഡ് ചെയ്യാം. ബ്ലഡൊക്കെ ട്രാൻസ്ഫ്യൂഷന് മുന്നായിട്ട് പ്രോപ്പറായിട്ട് സ്ക്രീൻ ചെയ്യുക, പബ്ലിക്കിന് അവെയർനെസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക. പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്കിതുവരെ അവൈലബിൾ ആയിട്ടില്ല അല്ലേ. ഇത്രയും ഡിസീസസിനെ കുറിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? കോവിഡ് വന്നിട്ടുണ്ട്, മലേറിയ, ടൈഫോയിഡ്, ട്യൂബർകുലോസിസ്, കോളറ, ഡയറിയ, എയ്ഡ്സ്. ഇത്രയും ഡിസീസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബീസിറ്റി അതേപോലെ അതിറോസ്ക്ലീറോസിസ്, അൾസറൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ വരുന്നത്. ഇത് നമുക്കെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഡിസീസാണ് അല്ലേ. നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. ഈ പറഞ്ഞിട്ടുള്ള രോഗങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാ രോഗങ്ങളും ഒരു വീട്ടിലെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള രോഗങ്ങളാണ് കേട്ടോ. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഡിസീസ് അസോസിയേറ്റഡ് വിത്ത് എ പേഴ്സൺ ആൻഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലീവ്സ്. ഓക്കെ, ഒരു മനുഷ്യൻ ജീവിക്കുന്ന രീതിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രോഗങ്ങളെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുക അല്ലേ. മെയിൻലി അതിൻ്റെ കോസ് എന്താ? നമ്മുടെ കുത്തഴിഞ്ഞ ജീവിത രീതി, അതുപോലെ പുവറായിട്ടുള്ള ഡയറ്റ്, സ്ട്രെസ്സൊക്കെ എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് റീസണായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ജീവിത രീതി നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും ട്വിൻ ഈവിളാണ് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ഫിസിക്കൽ വർക്ക്, നമ്മൾ കുറേ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും ഡിവൈസുകളൊക്കെ ഫൈൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഫിസിക്കൽ വർക്ക് കുറവാണല്ലേ. നമ്മളെ ലേബർ അല്ലെങ്കിൽ ഫിസിക്കൽ വർക്കൊക്കെ വളരെയധികം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ പോലെയല്ല അല്ലേ. ഇപ്പോൾ വളരെയധികം വെറൈറ്റി ഓഫ് ഫുഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ജങ്ക് ഫുഡ്സൊക്കെ അല്ലേ നമ്മൾ കഴിക്കുന്നതിന് കയ്യും കണക്കില്ല. ഓക്കെ, അപ്പം പുവറായിട്ടുള്ള ഡയറ്റും അതുപോരാതെ ഫിസിക്കൽ വർക്ക് കുറച്ച് കുറയുകയും ചെയ്യാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഓരോ ഡിസീസസിനെ കുറിച്ചിട്ടും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടും അല്ലേ. ഡയബറ്റീസ് ആണ് ഫസ്റ്റ് വരുന്നത്. ഡയബറ്റീസ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു അസുഖമാണ്. മെയിൻലി എന്തുകൊണ്ടാണ് ഡയബറ്റീസ് കോസ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിനെ, നമ്മുടെ ബോഡിയിൽ ഷുഗർ കണ്ടൻറ്റ് വരും അല്ലേ. ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഷുഗറിലൂടെ മാത്രമല്ല, നമ്മൾ കാർബോഹൈഡ്രേറ്റിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസ് കിട്ടുന്നുണ്ട് അല്ലേ. ഈ ഒരു ഗ്ലൂക്കോസിനെ എനർജി ആക്കി മാറ്റാനുള്ള നമ്മുടെ ഈ ബോഡിയുടെ ബോഡി എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെ എനർജി ആക്കിയിട്ട് മാറ്റാനുള്ള ഈ നമ്മുടെ ആ ഒരു ബോഡിയുടെ ആ ഒരു കഴിവിനെ ഇല്ലാണ്ടാകുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡയബറ്റീസ് എന്ന് പറയാം. അപ്പോൾ എന്താ പ്രശ്നം? നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഈ ബ്ലഡിൽ എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുക. ഡയബറ്റീസിൻ്റെ കോസസ് പാൻക്രിയാസ് നോട്ട് പ്രൊഡ്യൂസിങ് ഇനഫ് ഇൻസുലിൻ. ഇൻസുലിൻസ് പ്രോപ്പറായിട്ട് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് ഡയബറ്റീസ് വരാം. അല്ലെങ്കിൽ ദ സെൽസ് ഓഫ് ബോഡി നോട്ട് റെസ്പോണ്ടിങ് പ്രോപ്പർലി ടു ഇൻസുലിൻ പ്രൊഡ്യൂസ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബോഡിയുടെ സെൽസ് എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയബറ്റീസ് വരാം. ഓക്കെ, ഡയബറ്റീസ് മെയിൻലി 3 ടൈപ്പായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്,
ആൻഡ് ടൈപ്പ് 3 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് നോക്കുകയാണെങ്കിൽ അതിന് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റീസ് ഒക്കെ പറയാറുണ്ട്. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ബീറ്റാ സെൽസിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഡയബറ്റീസാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി സെൽസ് എന്ത് ചെയ്യാണ്, ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുക. ടൈപ്പ് 3 ഡയബറ്റീസ് നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. അത് മെയിൻലി ഈ ഡെലിവറി അടുത്തിരിക്കുന്ന സമയത്തൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിലൊക്കെ നമ്മൾ ഡയബറ്റിക് ഉണ്ടെന്ന് പറയാറില്ല, ഷുഗർ ഉണ്ടെന്നൊക്കെ പറയില്ലേ, അത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പ്രഗ്നൻ്റ് ലേഡീസിലാണ് യൂഷ്വലി ടൈപ്പ് 3 ഡയബറ്റീസ് കാണപ്പെടാറുള്ളത്. അത് ഡെലിവറിയോട് കൂടെ തന്നെ എന്ത് ചെയ്യും, മാറുകയും ചെയ്യും കേട്ടോ. ഇനി സിംറ്റംസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാമല്ലേ, പോളിയൂറിയ, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര വിശപ്പായിരിക്കും അവർക്ക്. വെയിറ്റ് പക്ഷേ ഭയങ്കര വിശപ്പായിരിക്കും, ഭയങ്കര ദാഹമായിരിക്കും, എപ്പോഴും ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നും. അതുപോലെ പക്ഷെ അവർ ഭയങ്കര മെലിഞ്ഞിട്ടുമായിരിക്കും. ഓക്കെ, അതുപോലെ യൂറിനിൽ കീറ്റോണിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. അതുപോലെ ഫാറ്റിക് ആയിരിക്കും, ബ്ലറഡ് വിഷൻ ആയിരിക്കും. എന്തെങ്കിലും ചെറിയ മുറിവുകളൊക്കെ വന്നാൽ അതൊക്കെ ഹീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷനൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് വരും. അതുപോലെ വജൈനൽ ബ്ലാഡർ ഇൻഫെക്ഷൻസൊക്കെ അവർക്ക് കാണപ്പെടാം കേട്ടോ. അതുപോലെ ഡ്രൈ മൗത്തും ഷുഗർ ഉള്ളവർക്ക്, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ യൂറിനേഷനൊക്കെ നടക്കുന്നതല്ല, അപ്പോൾ എന്ത് ചെയ്യും, അവരുടെ ബോഡി ഒക്കെ ഡ്രൈ ആയിട്ടുള്ളൊരു കണ്ടീഷനിലായിരിക്കും. ഓക്കെ, ഇനി റിസ്ക് ഫാക്ടേഴ്സ് വരുന്നത് എപ്പോഴാണ്, ഓവർ വെയിറ്റ് ഉള്ള ആളുകൾക്ക്, അതുപോലെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് ഒക്കെ എന്ത് ചെയ്യാം, റിസ്ക് ഫാക്ടർ വരാം. ഓവർ വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ മോർ ഫാറ്റി ടിഷ്യൂ യു ഹാവ് ദ മോർ റെസിസ്റ്റൻറ്റ് യുവർ ബോഡി സെൽസ് ബിക്കം ഇൻസുലിൻ. ഓക്കെ, നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഫാറ്റി ടിഷ്യൂസ് ഉണ്ടോ അത്രയും എന്ത് ചെയ്യും, നമ്മുടെ ബോഡി സെൽസ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇൻസുലിനെ. അപ്പോൾ അതെന്ത് ചെയ്യില്ല, ഗ്ലൂക്കോസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ വെയിറ്റ് കൂടുതലുള്ള ആളുകളിൽ ഈ ഒരു അസുഖം, ഈ ഒരു ഡിസോർഡർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഹൈ ബ്ലഡ് പ്രഷർ 140/90 mm കൂടുതലുള്ള ആളുകൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇൻക്രീസ്ഡ് കൊളസ്ട്രോൾ ലെവൽ, ഓക്കെ, അത് കൊളസ്ട്രോൾ ലെവൽ കൂടുന്ന ആളുകൾക്കും എന്ത് ചെയ്യാം, ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾക്ക്, ഫാമിലിയിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഏജ്, റേസ്, അതുപോലെ അൺഹെൽത്തി ഡയറ്റ് ഹാബിറ്റ്, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം, അതൊക്കെ സിൻഡ്രോമൊക്കെ ഈ ഒരു റിസ്ക് ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് വരുന്നത്, കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഇൻക്ലൂഡിങ് കൊറോണറി ആർട്ടറി ഡിസീസ്, ചെസ്റ്റ് പെയിന്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അതിറോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആർട്ടറി ചുരുങ്ങുന്ന അവസ്ഥ അല്ലേ. നെർവ് ഡാമേജ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കിഡ്നി ഡാമേജ് ഉണ്ടാവാം, ഐ ഡാമേജ് ഉണ്ടാവാം. അങ്ങനെയുള്ള ഇതൊക്കെ ഇതിൻ്റെ സ്കിൻ ഇൻഫെക്ഷൻസൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാം. അങ്ങനെയുള്ള ആളുകളിലൊക്കെ കാലിലൊക്കെ മുറിവുകളൊക്കെ കൂടുതലായിരിക്കും. അതായത് നമ്മൾ പെട്ടെന്ന് സ്കിൻ ഇൻഫെക്ഷൻസ് വരും. നമ്മൾ നോർമൽ മണ്ണായിട്ട് കാലായിട്ട് ടച്ച് ചെയ്താൽ വരെ അവർക്ക് പെട്ടെന്ന് നമ്മൾ മണ്ണ് തിന്നുക എന്നൊക്കെ പറയില്ലേ കാല്, അപ്പോൾ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസൊക്കെ വരാൻ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇൻഫെക്ഷൻസൊക്കെ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ഫിസിക്കൽ അല്ലെങ്കിൽ ഇത്രയും മെഡിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ അവർ ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡിപ്രഷൻസ്, ഡിമെൻഷ്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് കൂടുതലാണ്. ഇനി ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രിവെൻറ്റീവ് മാനേജ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസുലിൻ തെറാപ്പിയിലൂടെ അല്ലെങ്കിൽ ഓറൽ മെഡിക്കേഷനിലൂടെയൊക്കെ ടൈപ്പ് 2 ഡയബറ്റീസിന് എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം അല്ലേ. എന്ത് ചെയ്യുക, ഗുളികകളുണ്ട് അതിന്, അതുപോലെ ഇൻസുലിൻ കുത്തിവെക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, ഒരു പരിധിവരെ മരുന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം.
അല്ലെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താം അല്ലേ. ഡയറ്റ് കൺട്രോൾ ചെയ്യുക, ഫിസിക്കലി റെഗുലർ എക്സസൈസ്, ആനുവൽ ഫിസിക്കൽ ഐ എക്സാമിനേഷൻ, മോണിറ്ററിങ് ബ്ലഡ് ഷുഗർ, അവോയ്ഡ് സ്മോക്കിംഗ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ഡയബറ്റീസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ അല്ലേ. നമുക്ക് ഹൈപ്പർ ടെൻഷനെ ഹൈ ബ്ലഡ് പ്രഷർ എന്നും പറയാം. അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ. നമ്മുടെ ബോഡിയിൽ നോർമൽ ഉള്ളതിനേക്കാട്ടിലും കൂടുതൽ പ്രഷർ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, ഹൈപ്പർ ടെൻഷൻ വന്നു എന്നൊക്കെ പറയാം അല്ലേ. ഇത് മെയിൻലി എന്ത് ചെയ്യുന്നതാണ്, നമ്മുടെ ബോഡി ബ്ലഡ് ആർട്ടറിയുടെ വാൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഹൈപ്പർ ടെൻഷൻ എന്തൊക്കെ കൊണ്ടുണ്ടാവാം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാവാം, ജെനറ്റിക്സ് കൊണ്ടുണ്ടാവാം. പൊണ്ണത്തടിയൊക്കെ ഉള്ള ആളുകളിൽ എന്ത് ചെയ്യാം, ഹൈപ്പർ ടെൻഷൻ കൂടാം. സ്ട്രെസ് ത്രൂ എന്ത് ചെയ്യാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അസുഖമാണല്ലേ. എന്തുകൊണ്ടാണ്, അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹാർട്ട് ഡിസീസ് അതുപോലെ സ്ട്രോക്ക് പോലെയുള്ള ഹൈ റിസ്ക് ഇത് പാർട്ടിലോട്ട് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും, ഡയറ്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം, റെഗുലർ എക്സസൈസ് ചെയ്യാം, അതുപോലെ ചില കേസുകളിലൊക്കെ നമുക്ക് മെഡിക്കേഷൻ ഗുളികകളൊക്കെ കുടിക്കേണ്ടി വരും അല്ലേ. അങ്ങനെയുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടി വരും, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സിംറ്റംസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഒരു സൈലൻറ്റ് കില്ലറാണെന്ന് പറയും. അതായത് ഹൈപ്പർ ടെൻഷന് ഒരു പ്രോപ്പറായിട്ടുള്ള സിംറ്റംസ് ഒന്നും കാണിക്കില്ല, അതിന് ലാക്ക് ഓഫ് സിംറ്റംസ് ആണെന്ന് പറയും. പെട്ടെന്ന് സൈലൻ്റ് ആയിട്ട് അറ്റാക്കൊക്കെ വന്നിട്ടായിരിക്കും മരിക്കുക. അപ്പോൾ എന്തായിരിക്കും, ഇങ്ങനെ ഹൈ ബ്ലഡ് പ്രഷറുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സൈലൻറ്റ് കില്ലർ എന്ന് പറയാറുണ്ട്. ഓക്കെ, ചില ടൈമിൽ മാത്രം എന്തുണ്ടായിരിക്കും, ഹെഡേക്ക് അതുപോലെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയൊക്കെ, ഓടുമ്പോഴും നടക്കുമ്പോഴൊക്കെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയൊക്കെ എന്ത് ചെയ്യുക, വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഹൈപ്പർ ടെൻഷൻ്റെ കോസ് നോക്കുകയാണെങ്കിൽ മെയിൻലി 2 ടൈപ്പ് ഓഫ് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. പ്രൈമറി ഹൈപ്പർ ടെൻഷന് മെയിൻലി ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് അതുപോലെ ജനറ്റിക്കൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ജനറ്റിക്കലി എന്ത് അതായത് ഇപ്പോൾ മേ ബി ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ, അതായത് പാരൻസിനൊക്കെ ഹൈപ്പർ ടെൻഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ മക്കൾക്കും അത് എന്ത് ചെയ്യാം, ജനറ്റിക്കലി സ്പ്രെഡ് ആവാം. ഓക്കെ, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കിഡ്നി പ്രോബ്ലം, അഡ്രിനൽ ഗ്ലാൻഡ് ട്യൂമേഴ്സ്, തൈറോയിഡ് പ്രോബ്ലം, സർട്ടൻ ഡിഫക്റ്റ് യു ആർ ബോൺ വിത്തിൻ ബ്ലഡ് സെൽസ് ഒക്കെയാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ്റെ കോസായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ചില ഗുളികകൾ കഴിക്കുന്നത്, അതുപോലെ ബർത്ത് കൺട്രോൾ പിൽസ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ എന്ത് ചെയ്യാം, ഹൈപ്പർ ടെൻഷന് കാരണമാവാം. അല്ലെങ്കിൽ ഇല്ലീഗൽ ഡ്രഗ്സ് സച്ച് ആസ് കൊക്കൈൻ ആൻഡ് ആംഫിറ്റമിൻസ്, അതുപോലെ ഒബീസിറ്റി. നമ്മൾ പറയൂലേ, ബോഡി ഷേമിങ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഒബീസിറ്റി അല്ലെങ്കിൽ തടി കൂടുക എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ കണ്ടീഷൻ അല്ലേ. നമ്മുടെ ചിലർക്ക് ജനറ്റിക്കലി ഉണ്ടായിരിക്കും, ചിലർക്ക് എന്തായിരിക്കും ലൈഫ് സ്റ്റൈലിലുള്ള ഇതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒബീസിറ്റി ഉണ്ടാകുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, അങ്ങനെ ഓവറായിട്ട് തടിയുള്ള ആളുകളിൽ നമ്മൾ അങ്ങനെ പറയാനൊന്നും പാടില്ല. പക്ഷേ കളിയാക്കുക എന്നുള്ള രീതിക്കല്ല, നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. തടി കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുകയാണ് അല്ലേ. അപ്പോൾ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, അതുപോലെ ബാക്കിയുള്ള രോഗങ്ങളിലോട്ടൊക്കെ എത്താം. ഓക്കെ, അപ്പം ഒരു പരിധി വരെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് നമുക്കിങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ഒബീസിറ്റി ഉള്ളവരാകുന്നത് എന്നുണ്ടെങ്കിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, റിസ്ക് ഫാക്ടേഴ്സ് വരികയാണെങ്കിൽ മെയിൻലി 64 ഏജുള്ള ആണുങ്ങളിലും അതുപോലെ 65 ഒക്കെ ആകുമ്പോഴേക്കും വുമൻസിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഹൈപ്പർ ടെൻഷൻ കാണാറുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. മെൻ്റൽ സ്ട്രെസ്, ലാക്ക് ഓഫ് സ്ലീപ്പ് ഉള്ളവർക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. അതുപോലെ കുത്തഴിഞ്ഞ ജീവിത രീതി ഉള്ളവർക്ക്, ഫിസിക്കൽ ആക്ടിവിറ്റി കുറവുള്ളവർക്കൊക്കെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. ആൽക്കഹോള്, സാൾട്ട്, അതുപോലെ പ്രോസസ്ഡ് ഫുഡൊക്കെ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കോംപ്ലിക്കേഷൻസ് വരാം, ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് വരാം, അതുപോലെ അന്യൂറിസം വരാം, ഹാർട്ട് ഫെയിലിയറൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷനിൽ വരുന്ന പാർട്ടാണ്.
ഇനി ട്രീറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, മെഡിക്കേഷനിലൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാം അല്ലെ, മരുന്ന് യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ബീറ്റ ബ്ലോക്കേഴ്സ്, അതുപോലെ തയാസിഡിൻ ഡയൂററ്റിസ്, അതുപോലെ ACE ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെഡിക്കേഷനിലൂടെ പ്രിവെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹോം റെമഡീസ് യൂസ് ചെയ്യാം അല്ലെ. അതായത് എന്താ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം, റെഗുലർ എക്സസൈസ് ചെയ്യാം, അതുപോലെ എന്താ ആൽക്കഹോളിൻ്റെ ഇൻടേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ സ്ട്രെസ്സ് മാനേജ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് യോഗ പോലെയുള്ള മെത്തേഡ്സ് ചൂസ് ചെയ്യണമെങ്കിൽ അതിലൂടെയൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക, അങ്ങനെയുള്ളത്. ഓക്കെ, അതായത് മെയിൻലി നമ്മൾ സ്ട്രെസ് ത്രൂ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ത്രൂ ഒക്കെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാവുന്നതാണ് അല്ലേ. പിന്നെ ജെനറ്റിക്കലി വന്നതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ലൈഫ് സ്റ്റൈൽ ത്രൂ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി തേർഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, ഹാർട്ട് അറ്റാക്ക് എന്താ. ഹാർട്ട് അറ്റാക്ക് occur when blood flow to a part of heart is blocked and it is medical emergency requiring immediate treatment ആണല്ലേ. അതുപോലെ തന്നെ അതർ ടേംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, അതുപോലെ കാർഡിയാക് ഇൻഫെക്ഷൻ ആൻഡ് കൊറോണറി ത്രോംബോസിസ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാർട്ട് അറ്റാക്കിന് പറയുന്ന മെഡിക്കൽ ടേംസുകളാണ്. ഓക്കെ, അത് കോസ് ചെയ്യുന്നത് അതിറോസ്ക്ലീറോസിസ് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ബ്ലോക്കിംഗ് കൊറോണറി ആർട്ടറി. അതിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ആർട്ടറി ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ അല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു കൊറോണറി ആർട്ടറിയിൽ ബ്ലഡ് ക്ലോട്ട്സ് വന്നിട്ട് ബ്ലോക്ക് ചെയ്യുന്നതിലൂടെയും നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാം. സിംറ്റംസ് എന്തൊക്കെയാണ്, നമുക്ക് ചെസ്റ്റിൽ പെയിൻ ഉണ്ടായിരിക്കും, അതുപോലെ എന്താ ഒരു പ്രഷറുള്ള പോലെ ഒരു ഫീൽ ഉണ്ടായിരിക്കും, അതുപോലെ എന്താ ചെസ്റ്റിലുള്ള പെയിൻ ആമിലൂടെ വന്നിട്ട് നെക്ക് റീജിയനിലോട്ട് പോകുന്ന രീതിക്കൊക്കെ നമുക്ക് തോന്നും അല്ലേ. ഭയങ്കര ടയേർഡായിരിക്കും അങ്ങനെയുള്ള ആളുകൾ. അതൊക്കെയാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സിംറ്റംസ്. അതിൻ്റെ കോസ് നോക്കുകയാണെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ്, അതായത് അതിറോസ്ക്ലീറോസിസ്, അതുപോലെ പ്ലാഗ് ബിൽഡപ്പ് ഇൻ ആർട്ടറീസ്, റെസ്ട്രിക്ട് ബ്ലഡ് ഫ്ലോ ആണ് അതിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ അല്ലേ. അത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, കൊറോണറി ആർട്ടറി ഡിസീസ് ത്രൂ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ സ്പാംസ് ഓഫ് കൊറോണറി ആർട്ടറിയിൽ, അതായത് ടെമ്പററി ആയിട്ട് കൊറോണറി ആർട്ടറി മസിൽസ് എന്ത് ചെയ്യുക, ടൈറ്റൻ ചെയ്യുന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പോൾ അത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം. അതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കൊറോണറി ആർട്ടറി ഡിസിഷൻസ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, വരാം. കൊറോണറി എംബോളിസംസ് ത്രൂ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. റിസ്ക് ഫാക്ടേഴ്സ്, മെൻ എബോവ് 45 ആൻഡ് വുമൻസ് എബോവ് 55 ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാണ്, ഏജ് റിസ്ക് ഫാക്ടറാണ്. അതുപോലെ എന്താണ്, ടൊബാക്കോ, അതുപോലെ ഇല്ലീഗൽ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഹൈ ബ്ലഡ് പ്രഷർ, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കുറവുള്ള ആളുകൾക്ക്, തടി കൂടുതലുള്ള ആളുകൾക്ക്, എക്സസ് ആയിട്ട് സ്ട്രെസ് ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചില കേസുകളിൽ ഫാമിലി ഹിസ്റ്ററിയും ഹാർട്ട് അറ്റാക്കിനൊരു കാരണമായി മാറാറുണ്ട്. ഓക്കെ, എങ്ങനെയാണ് പിന്നെ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുക, എമർജൻസി ട്രീറ്റ്മെൻറ്റ് വേണം അല്ലേ. അതായത് ഇത് ഹാർട്ടിലോട്ട് വരുന്ന ബ്ലഡ് ക്ലോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലഡ് പ്രോപ്പറായിട്ട് എത്താത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ മരിച്ചൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എമർജൻസി ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ക്ലോട്ട് ബസ്റ്റിങ്, അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഇത് റെഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകൾ കൊടുക്കണം, ആസ്പിരിൻസ് കൊടുക്കണം. അതുപോലെ ആവശ്യമാണെങ്കിൽ സർജറി ചെയ്യണം അല്ലെ, ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ ബൈപ്പാസ് സർജറി ഒക്കെ നമുക്ക് ചെയ്യണം. മെഡിക്കേഷൻ ത്രൂ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ത്രൂ നമുക്ക് മാറ്റാം അല്ലേ. അതായത് മൈനർ ബ്ലോക്കുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. സ്ട്രെസ് മാനേജ്മെൻറ്റൊക്കെ നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന മെത്തേഡുകളാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റിനെ കുറിച്ചിട്ടാണ്. ഓവർ വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒബീസിറ്റി ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദർ ഈസ് എൻ അക്യുമുലേഷൻ ഓഫ് എക്സസ് അഡിപ്പോസ് ടിഷ്യൂ ഇൻ ദ ബോഡി. അതായത് അഡിപ്പോസ് ടിഷ്യൂലെ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് പ്രൊഡ്യൂസിങ് സെൽസുകളെയാണ് ഫാറ്റ് സെൽസിനെയാണ് നമ്മൾ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയാം.
ഈ ടിഷ്യൂസിൻ്റെ അക്യുമുലേഷൻ ത്രൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒബീസിറ്റി ഉണ്ടാകുന്നതെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ മെയിൻലി ഒരാൾ തടിക്കുക എന്ന് പറഞ്ഞാൽ ഫാറ്റ് ടിഷ്യൂസാണ് എന്ത് ചെയ്യുന്നത് കൂടി വരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രോപ്പറായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ, അതായത് പ്രോപ്പറായിട്ട് അവർ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അതൊക്കെ ഭയങ്കര പ്രോബ്ലം ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഓവർ വെയ്റ്റ് ഓർ ഒബീസിറ്റി ഈസ് എ കണ്ടീഷൻ വേർ ദ ബോഡി വെയ്റ്റ് ഈസ് 10 to 20% ഗ്രേറ്റർ ദാൻ മീൻ സ്റ്റാൻഡേർഡ് വെയ്റ്റ്. ഓക്കെ, മീൻ സ്റ്റാൻഡേർഡ് വെയ്റ്റിൽ നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് പറയാറുണ്ട്. ബോഡി മാസ് ഇൻഡെക്സ് എന്ത് ചെയ്യണം, 30നെക്കാട്ടിലും കൂടുതൽ, 30 അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതലായ ആളുകൾ ഒബീസിറ്റി ഉള്ളവരാണെന്ന് നമ്മൾ പറയും. ബോഡി മാസ് ഇൻഡെക്സ് എന്താ, ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഇത്ര ആണെന്നുള്ളൊരു മെഷർ ഉണ്ട് അല്ലേ. അപ്പം അത് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളൊരു ടാബുലാർ കോളം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം ബോഡി മാസ് ഇൻഡെക്സ് എന്ത് ചെയ്യണം, 30 ആയിരിക്കണം, അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളവർക്കൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഒബീസിറ്റി ഉണ്ടെന്ന് പറയാം, ഓവർ വെയിറ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോസ് എന്തൊക്കെയായിരിക്കാം, പുവർ ഡയറ്റ് അല്ലേ, അതായത് ഹൈ ഫാറ്റും കലോറീസും ഒക്കെ ഉള്ള ഫുഡുകൾ കഴിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഓവർ വെയിറ്റ് വരാം, അല്ലെങ്കിൽ എന്താ കുത്തഴിഞ്ഞ രീതി കൊണ്ട് വരാം. അതുപോലെ പ്രോപ്പറായിട്ട് സ്ലീപ്പ് ചെയ്യാത്തത്, ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടൊക്കെ എന്ത് ചെയ്യാം, ചില ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ അവർ അറിയാതെ തന്നെ എന്ത് ചെയ്യും, ഓവറായിട്ട് ഫുഡ് കൺസ്യൂം ചെയ്യും, അതിലൂടെ ഓവർ വെയിറ്റ് വരാം. ജെനറ്റിക്കലി ഓവർ വെയിറ്റ് വരാം അല്ലേ. ചില ആളുകൾക്ക് എന്തായിരിക്കും, പാരൻസൊക്കെ നല്ല തടിച്ചിട്ടായിരിക്കും, അങ്ങനെയുള്ളവർക്ക് മക്കളും തടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ ജെനറ്റിക്കലി വരുന്നവരുണ്ടായിരിക്കും. അതുപോലെ നമ്മളിങ്ങനെ വയസ്സാവുന്നതിനനുസരിച്ചിട്ട് നമ്മളെ മെറ്റബോളിക് റേറ്റൊക്കെ കുറയുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. സിംറ്റംസ് ഒക്കെ എന്തൊക്കെയാണ്, ബോഡി ഫാറ്റ് അല്ലേ, ഇൻക്രീസ്ഡ് ബോഡി ഫാറ്റ് അറൗണ്ട് അബ്ഡോമിൻസ് ആൻഡ് ടൈസ് ആൻഡ് അതുപോലെ തൈസ് ആൻഡ് ഡിഫിക്കൽറ്റി ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റി ഓർ എക്സസൈസ്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആൻഡ് ഫാറ്റിക്, ജോയിൻറ്റ് പെയിൻ എസ്പെഷ്യലി ഇൻ നീസ് ആൻഡ് ബാക്ക്, higher risk for developing chronic condition like diabetes and heart disease. ഓക്കെ, ഇതൊക്കെയാണ് സിംറ്റംസ് വരുന്നത്. കോസസിൽ വരുന്നത് പുവർ ഡയറ്റ്, ഫിസിക്കൽ ഇൻആക്ടിവിറ്റി, ജെനറ്റിക്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് മെഡിക്കേഷനൊക്കെയാണ് കോസിൽ വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഒബീസിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, ബാലൻസ്ഡ് ഡയറ്റ്, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി, ബിഹേവിയറൽ തെറാപ്പി, മെഡിക്കൽ ഇൻ്റർവെൻഷൻ, അതുപോലെ സപ്പോർട്ട് സിസ്റ്റത്തിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ബോഡി ഷേമിങ് വരാറുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ടുള്ള ഗ്രൂപ്പ് കൗൺസിലിങ്ങും അതുപോലെ വെയിറ്റ് ലോസ് പ്രോഗ്രാമൊക്കെ ത്രൂ എന്ത് ചെയ്യാം, അവർക്കൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, മെൻ്റലി അവർക്കൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഈ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, ഒബീസിറ്റി മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒബീസിറ്റി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ഡിസീസസിൽ ഫാറ്റ് നമ്മളെ ബ്ലഡ് വെസൽസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കൊളസ്ട്രോള്, അതുപോലെ ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ഹൈ ബ്ലഡ് പ്രഷർ പോലെയുള്ള കാർഡിയോ വാസ്കുലർ ഡിസീസസ് വരാൻ ചാൻസ് കൂടുതലാണ് അല്ലേ. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് വരും, ഇങ്ങനെ ഓവറായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടേ. അപ്പോൾ അവർക്ക് സ്ലീപ്പ് അപ്നിയ, അതായത് പ്രോപ്പറായിട്ട് ബ്രീത്തിങ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്, പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉറക്കത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം. അതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ, അതായത് ജോയിൻറ്റിലൊക്കെ സ്ട്രെസ് വന്ന് ഡാമേജ് ആവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ക്യാൻസർ പോലെയുള്ള ഹൈ റിസ്ക് ഡിസീസസ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒബിസിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അൾസറിനെ കുറിച്ചിട്ടാണ്. അൾസർ നമുക്കറിയാം അല്ലേ, സ്റ്റൊമക്ക് ലൈനിങ്ങിലും സ്മോൾ ഇൻറ്റെസ്റ്റൈനിലും ഒക്കെ എന്ത് ചെയ്യുക, ചെറിയ മുറിവുകൾ വരാം, അതാണ് അൾസർ എന്ന് പറയാം അല്ലേ. അപ്പോൾ അൾസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഡിസീസാണ് അല്ലേ. സ്റ്റൊമക്ക് അൾസേഴ്സ് ഉണ്ട്, അതുപോലെ പെപ്റ്റിക് അൾസേഴ്സ് ഉണ്ട്. അതായത് അൾസർ സ്റ്റൊമക്കിലും അതുപോലെ ഇൻറ്റെസ്റ്റൈനിൻ്റെ ഇന്നർ പാർട്ടിലൊക്കെ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് പാർട്ടിലൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള അൾസേഴ്സിനെയാണ് നമ്മൾ പെപ്റ്റിക് അൾസേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അൾസറിൻ്റെ മെയിൻലി കോസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്,
ഹെലിക്കോബാക്ടർ പ്ലോറി ഇൻഫെക്ഷൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, മെയിൻലി കോസ് ചെയ്യുന്നത്. അതൊരു ബാക്ടീരിയം ഇൻഫെക്ഷൻസ് ആണ്, സ്റ്റൊമക് ലൈനിങ്ങിനെ ഡാമേജ് ചെയ്യുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ആസ്പിരിന് പോലെയുള്ള ഡ്രഗ്സുകളൊക്കെ ഇല്ലേ, അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, അൾസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ എന്താ മെയിൻലി ഇതെന്താണ്, നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡ് പ്രൊഡക്ഷൻ എക്സസ് ആവുന്നതിലൂടെ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആസിഡ് പ്രൊഡ്യൂസിങ് സെൽസുകളിൽ ട്യൂമേഴ്സ് വരുന്നതും എന്ത് ചെയ്യാം, ഇതിനൊരു കാരണമായി മാറാറുണ്ട്, ഇങ്ങനെ അൾസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ. ഇനി സിംറ്റംസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബേണിങ് സെൻസേഷൻ ഉണ്ടായിരിക്കില്ല, അതുപോലെ ബ്ലോട്ടിങ് ഉണ്ടാവുക, ഹേർട്ട് ബേൺ ഉണ്ടാവുക, പിന്നെ വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരിക, ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യുക, അതൊക്കെ ഇതിൻ്റെ സിംറ്റംസ് ആണ് അല്ലേ. ഇനി സിവിയർ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഡാർക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ആയി കളറിൽ വരുന്ന സ്റ്റൂൾസ്, വോമിറ്റിംഗ് ബ്ലഡ്, വെയിറ്റ് ലോസ്, സിവിയർ പെയിൻ ഇൻ ദ അപ്പർ അബ്ഡമിനൊക്കെ നമുക്ക് സ്റ്റൊമക് അൾസറിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് പറയാം. എങ്ങനെയാണ് നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റുക? എൻഡോസ്കോപ്പി, ബേരിയം സോളോ, ബ്ലഡ് ടെസ്റ്റ്, സ്റ്റൂൾ ടെസ്റ്റ്, ബ്രീത്ത് ടെസ്റ്റിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അൾസേഴ്സ് ഉണ്ടോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മരുന്നിലൂടെ മാറ്റാൻ പറ്റൂലേ, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, അതുപോലെ H2 ബ്ലോക്കേഴ്സ്, അങ്ങനെയുള്ള മരുന്നുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മെഡിക്കേഷൻസ് ത്രൂ നമുക്ക് അൾസേഴ്സിനെ ട്രീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താം അല്ലേ. എങ്ങനെയാണ്, ടൈമിൽ ഫുഡ് കഴിക്കുക, എംപ്റ്റി ആയിട്ട് നമ്മുടെ സ്റ്റൊമക്കിനെ കീപ്പ് ചെയ്യാണ്ടിരിക്കുക, അതുപോലെ എന്താ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക, ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഇൻടേക്ക് ചെയ്യുന്നത് ലിമിറ്റ് കുറക്കുക, അതുപോലെ പ്ലെൻറ്റി വാട്ടർ കൺസ്യൂം ചെയ്യുക അല്ലേ. അതുപോലെ ഈ ആസ്പിരിൻ പോലെയുള്ള പെയിൻ കില്ലേഴ്സൊക്കെ പെയിൻ റിലീവേഴ്സ് അല്ലേ, അതായത് നമ്മുടെ മെയിൻലി പെയിൻ കില്ലേഴ്സ് എന്ന് തന്നെ പറയാം, അതൊക്കെ യൂസ് ചെയ്യുന്നത്, ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് കുറക്കാം. അതുപോലെ എന്താ സ്മോളർ മീൽസിലെ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാണ്ട് എന്ത് ചെയ്യുക, ഇടവിട്ട് ചെറിയ മീൽസുകൾ കഴിക്കുക, അതുപോലെ പ്രോപ്പറായിട്ട് റിലാക്സേഷൻ എക്സസൈസൊക്കെ ചെയ്യുക, അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ നമുക്ക് അൾസറിനെ ട്രീറ്റ് ചെയ്യാം. അതുപോലെ ആൻറ്റിബയോട്ടിക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞു ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ, അതായത് സ്റ്റൊമക്കിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ വരുന്ന ഇൻഫെക്ഷൻ ത്രൂ നമുക്ക് അൾസർ ഉണ്ടാവാറുണ്ട് അല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാം, ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതുപോലെ എൻഡോസ്കോപ്പി ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലീഡിങ് അൾസേഴ്സിനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. സിവിയർ കേസസ് വരികയാണെങ്കിൽ നമുക്ക് സർജറിയിലൂടെയും അൾസേഴ്സിനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതോടുകൂടി ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്